ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഓൾറെഡി എല്ലാം എഴുതി വെച്ചേട്ടാ. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണല്ലോ ഇങ്ങനെ പറയാറ്, എനിക്ക് ഇന്ന് എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഞാൻ എഴുതുമെന്നൊക്കെ. അയ്യോ, ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ എഴുതി. ഞാൻ ചെറിയ ഉറക്കത്തിൻ്റെ ഇത് ഇരിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് പതിവിൽ നേരത്തെ എണീറ്റിരിക്കുവാണ്. കാരണം എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട്. വേറെ പുറത്തെങ്ങും പോകേണ്ട കാര്യമല്ല. വീട്ടിൽ തന്നെ കുറച്ചധികം തുണി അലക്കാനുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ഇത്രയും നാളും മഴയായിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് പോയി. ഇന്നിപ്പോ വെയിലാണ് എനിക്ക് ഫീൽ ചെയ്യണം. ഞാൻ വിൻഡോ ഇതുവരെ തുറന്നില്ല. അപ്പം പുറത്തെങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും മഴയാണെങ്കിലും ഇന്ന് ഞാൻ തുണി അലക്കിയിടുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ദാ ആ കിടക്കുന്ന അത്രയും തുണികളും അലക്കാനുള്ളതാണ്. അത് മറ്റേ സാധാരണ എനിക്കൊരു കിറ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ അലക്കാനുള്ള തുണി ഇട്ട് വയ്ക്കുന്നത്. അതിലിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇപ്പം നിറഞ്ഞു. അപ്പം കുറെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ നനയ്ക്കാൻ പറ്റണ ഹെൽത്ത് കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് രണ്ടും കൽപ്പിച്ച് നനച്ചിട്ടിട്ട് നോക്കാം. ഉണങ്ങിയില്ലെങ്കിലും അകത്ത് എവിടെയെങ്കിലും എടുത്തോണ്ടിടെ നാളെ വെയിൽ കൊള്ളിക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. കാരണം മഴയാന്ന് പറഞ്ഞിട്ടാണ് ഇത്ര നാളെ നീണ്ടു നീണ്ടു പോയത്. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന്, പിന്നെ അതല്ലാതെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് വന്ന്, അങ്ങനെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യണ രീതിക്ക് കുറച്ച് സീനൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അടുത്ത് മഴയായിരുന്നു പ്രശ്നം. ഇപ്പൊ മഴ ഏകദേശം തീരുന്നു. അപ്പം ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ വിചാരിച്ചു ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന്. കാരണം എന്ന് വെച്ചാൽ ലൈക്ക് നമ്മള് ഞാനിപ്പം എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടിട്ടിട്ടിട്ട് യൂട്യൂബിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. അതെന്താണെന്ന് എനിക്ക് അറിയണം. ഇനി ആരെങ്കിലും ഇവളെന്നും വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്ന് വല്ല കണ്ണ് കെട്ടിയിട്ട് വല്ലതും ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു 3-4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. എന്നെ അടിച്ച് കിടത്തും. അത് ആരാണ് അത്രയ്ക്കും ഇങ്ങനെ എന്നെ മറ്റേ ഞാൻ എന്തൊക്കെ ചെയ്യണം നോക്കി നടക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഈ ഏബിളയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആരാണെങ്കിലും എന്റെ നല്ലതിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നപ്പോ നമുക്ക് ഈ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം എനിക്ക് ചെയ്യാനുള്ള ഇവിടുന്ന് അലക്കാനുള്ള ഡ്രസ്സ് മാറ്റണം. അല്ലാതെ അലക്കണ്ടാന്ന് ഞാൻ വച്ചേക്കുന്ന ഡ്രസ്സും മാറ്റണം. അത് രണ്ടും മാറ്റിയിട്ട് ഞാൻ അലക്കാൻ പോകുമ്പോഴത്തേക്കും, അലക്കാൻ മീൻസ് ഫോണിൽ ചാർജ് ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. വ്ളോഗ് എടുക്കണം, പക്ഷെ ഫോണിൽ ചാർജ് ഇല്ല. ഇതൊക്കെ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോ ഞാൻ എന്തായാലും ആദ്യം പോയി ഒന്ന് ഫ്രഷ് ചെയ്തെന്നു, സോറി, ബ്രഷ് ചെയ്ത് എന്തേലും കഴിച്ചിട്ടൊക്കെ വരാം. അപ്പൊ അതിനു മുന്നേ എന്തായാലും ഞാൻ ഡ്രസ്സ് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി വെക്കും. എന്നാലേ കഴിച്ചു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു വെയിലിന്റെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോ ഇങ്ങനെ ഫെയ്ഡായി ഒരുമാതിരി മഴ പോലെ. എനിക്ക് അറിഞ്ഞൂടെ, ഇന്നത്തെ ദിവസവും മഴയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഇന്ന് എനിക്കറിയത്തില്ല എന്റെ എന്തായാലും നോക്കാം. നമുക്ക് മഴയാണോ വെയിലാണോ എന്താണെന്ന് വെച്ചൊക്കെ നോക്കാം. അപ്പം ഞാൻ പോയിട്ട് തുണിയൊക്കെ ഒന്ന് വെള്ളത്തിൽ വെച്ച്, എന്നിട്ട് പോയി ബ്രഷ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയിട്ട് വരാം. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജും ആവും. ഓക്കെ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ചെറിയ മറ്റേ ഉറക്കത്തിന്റെ ഇതിലിരുന്നാണ് സംസാരിക്കണത്. ഇനിയിപ്പം മറ്റേ അലാറം അടിച്ചപ്പോൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ഓം നമ ശിവായ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കണ പോലെയാണ് ഇരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇനി കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ല. ആദ്യമേ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്നാണ് എഴുതി വെച്ചത്. അതാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയും തോന്നി. ഇനി അത് കഴിഞ്ഞ് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചൊന്ന് മുടി അഴിച്ച് കിട്ടണം. വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. നേരെ ഫോൺ കൊണ്ട് ചാർജിന് ഇടണം. ബ്രഷ് ചെയ്യണം. ഒന്ന് ഫേസ് വാഷ് എടുക്കുന്നു. ഓക്കെ, വാട്ടവർ. ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ വെച്ച ഡ്രസ്സ് ഒന്ന് അലക്കിയിടണം. അലക്കി ഇട്ടിട്ട് പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ. പിന്നെ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ഇന്ന് ചെയ്യണം. കാരണം എൻ്റെ സെൽഫ് കുറച്ച് നശിച്ചിരിക്കുകയാണ്. അപ്പം കുറച്ച് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് എന്നെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം ഇന്ന്. പിന്നെ ഒരു യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ എടുക്കണം. കാരണം ഞാൻ മറ്റേ എൻ്റെ യൂട്യൂബ് ഏണിങ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയേഴ്സ്
പറഞ്ഞൊരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ചെയ്യാന്ന്. എനിക്കും പ്രോപ്പറായിട്ട് ഓർമ്മയില്ല, കാരണം എന്റെ മോണിറ്റൈസ്ഡ് ആയത് 2024 ഇപ്പൊ 2026 ആയില്ലേ. അപ്പോഴത്തെ ക്രൈറ്റീരിയാസും ഇപ്പോഴത്തെ ക്രൈറ്റീരിയാസും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ആ രണ്ട് വ്യത്യാസവും മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത്. മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആരൊക്കെയോ എന്നെ അടിച്ച് തളർത്തിയിടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വഴിപാടും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോ എണീറ്റിരിക്കുന്നതന്നെ വലിയ കാര്യമൊന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെ ചിരിച്ചുകൊണ്ട് പറയാനും വേണം അല്ലേ ഒരു കഴിവ്. അതെ. പിന്നെ എനിക്ക് ഉള്ളതെന്ന് വെച്ചാല്, എന്റെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. അതിപ്പം ഒരു ദാരിദ്ര്യാവസ്ഥയിൽ ഇരിക്കുകയാണ്. കാരണം അത് ഒരു 2021 മേടിച്ച. എനിക്കൊരു പുതിയ റിംഗ് ലൈറ്റ് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു അറൗണ്ട് ഒരു 700 ആണ് അതിന്റെ പ്രൈസ്. ഞാൻ 2021 മേടിച്ചപ്പോ അത്രയും അത് ഭയങ്കര അഫോർഡബിൾ അല്ല, എക്സ്പെൻസീവ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരെണ്ണം ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും മേടിക്കുന്ന എനിക്കെന്തോ കാശിന്റെ ഒരു കുത്തല്, മറ്റേ എന്താ കുന്തളിപ്പ് കാണിക്കുന്ന പോലെ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയോണ്ട് ഞാൻ ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ പാഴ് ചെലവിനൊന്നും പോവാറില്ല. എനിക്ക് അങ്ങനെ പൈസ വെച്ചിട്ട് ആവശ്യമില്ലാത്ത ചെലവൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്കും എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ നോക്കാതെ ഇതാന്നും പറഞ്ഞ് മേടിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. പക്ഷെ അതൊരു ദാരിദ്ര്യാവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്റെ ബ്രദറും കൂടെ എടുത്തോണ്ട് പോയിട്ട് അവ എന്തൊക്കെയോ ചെയ്തു വെച്ചു. അപ്പം ലാസ്റ്റ് ഞാനൊരു യൂട്യൂബ് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് കത്തണുണ്ടായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോ അത് കത്തണില്ലായിരുന്നു. അപ്പൊ അതിന്ന് അപ്പൂപ്പന്റെ കൊടുത്ത് പറ്റുമെങ്കിൽ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ പുതിയത് മേടിക്കേണ്ടി വരും. ആ ഫ്ലോറിലോട്ട് ഡ്രസ്സൊക്കെ, പക്ഷെ ആ ഫ്ലോറാ, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, ഞാൻ കറക്കത്തി ഇരിക്കുകയാണ്, ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയുമെന്ന്. അപ്പൊ ഞാനാണെങ്കിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ മേ ബി എന്റെ ഇതൊക്കെ ഒന്ന് ഓക്കെ ആവുമായിരിക്കും. ഓൾറെഡി എനിക്ക് ചെറിയൊരു ഇതായിട്ടാണ് ഇരിക്കണം ഞാൻ. അതായത് എന്തെങ്കിലും ചെയ്തൊന്ന് ഓക്കെ ആവണോ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഇരിക്കണം. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇന്ന് റെഡി ആക്കും. ഇന്ന് നേരെ ഇരുട്ടണതിന് മുന്നേ നമ്മൾ ഇന്ന് റെഡി ആക്കിയിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ അലക്കാനുള്ള എടുത്തോണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് പോയി ബ്രഷ് ചെയ്ത് ഫുഡും കഴിച്ചിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വരാം. അങ്ങനെ ഞാനാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ബോധമൊക്കെ വന്ന് ഒന്ന് മുടിയൊക്കെ അഴിച്ച് കെട്ടി വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് അപ്പൊ ഫ്രഷ് എയർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മുന്നേ കുറെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാൻ എന്താ അലക്കാനുള്ളതൊക്കെ എടുത്തതാ. അയ്യോ, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് മൊത്തം ഉണ്ട്, ഇത്ര തുണിയുണ്ട് അലക്കാൻ. അപ്പൊ ഇത് കൊണ്ടുപോയി ഇനി വെള്ളത്തിൽ വെക്കണം. അപ്പൊ ഇപ്പൊ എണീറ്റ് കഴിഞ്ഞപ്പോ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യണ്. എത്ര നേരത്തേക്ക് കാണുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അയ്യോ, കുറച്ച് മീൻസ് വെയിലാണ് കേട്ടാ പുറത്ത്, വലിയ സീനില്ല. തുണി അലക്കി ഇടാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കണം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം വല്ല റൈനി ഡേയും ആണെങ്കിൽ കയ്യിൽ നിന്ന് പോവും. അപ്പം ഞാൻ എന്തായാലും ഇതുകൊണ്ട് വെള്ളത്തിൽ വെക്കണം, ബ്രഷ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇതുവരെ പോയില്ലേ, അതാണ് ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാൻ ഇത്രയും ഡ്രസ്സ് അലക്കാനുണ്ടെന്ന്. ഓക്കെ, അപ്പം എനിവേസ് ഞാൻ പോയിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും ഹലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാവേ. 2 ബക്കറ്റ് ഇരിക്കണ കണ്ടാ, ആ 2 ബക്കറ്റ് നിറയെ എൻ്റെ തുണികളാണ്, വീട്ടിലിടുന്നതും പുറത്തിടുന്നതും. പിന്നെ ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച്, എന്നിട്ട് ഇപ്പോൾ ഞാൻ പറയില്ലേ എനിക്കൊരു ഡ്രിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, അത് കത്തണുണ്ടായിരുന്നില്ലേ. പക്ഷെ അത് ഇന്നിപ്പോൾ ഞാൻ എടുത്ത് ചുമ്മാ കത്തിച്ചപ്പോൾ കത്തി. അന്ന് ഞാൻ വീഡിയോ എടുക്കുന്നിടത്ത് കത്തിച്ചപ്പോൾ കത്തിയില്ലായിരുന്നു. അങ്ങനെ ഇതിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതിന്റെ മണ്ടയൊക്കെ ഒടിഞ്ഞ് സർജറി ചെയ്ത് വച്ചേക്കാണ്. അപ്പൊ അപ്പൂപ്പ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോന്ന് പറഞ്ഞ്. അപ്പൂപ്പ ഇനി എന്താണ് ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം. ഫോണ് തോന്നിരിക്കും. റെസ്പെക്ട്. This is my mummy's nightie. So comfortable to wear. That's why I'm wearing today this. എന്തൊക്കെ കുരുപ്പം ചെയ്ത് വെച്ച്
ഇതല്ലേ കാലി കാലി ഇത് എങ്ങനെയൊക്കെ ചുറ്റി വെച്ചിരിക്കണുണ്ട്. എന്റെ പൊന്നെ, ഒരു സ്ഥലോട്ട് അപ്പുറം ഫുള്ള് കെട്ടിച്ച് വെച്ചിരിക്കണം, ഒട്ടിച്ച് വെച്ചിരിക്കണം. ഓക്കെ, അതാണ് നോക്കട്ടെ. പൊട്ടി ഈ സ്ക്രൂ ഇരിക്കണതാ അവിടെ, അതാണ് പൊട്ടി. അതാണ് നമുക്ക് കൊടുത്തു നോക്ക്. മറ്റേ ഇതിന്റെ ഇതൊന്ന് നടപടിയാക്കിയിട്ട് വരാവേ. ഹലോ, വെൽക്കം ബാക്ക്. ഇത് അപ്പൂപ്പ എല്ലാം കൂടെ ഒടിച്ചു പറക്കി എടുത്ത കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ ശരിയാക്കി തരാം. ഞാൻ ഇന്ന് രാത്രി ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇതിപ്പം ശരിയാക്കാൻ വേണ്ടി ചാടിത്തുള്ളി പോയത്. പക്ഷെ ഇതിപ്പോ ഈ അവസ്ഥയിലായി. ഇതിന്റെ ലൈറ്റ് അപ്പൊ പൂരി എടുത്തോണ്ട് പോയി. നാളെ ശരിയാക്കി തരാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തു. നാളെ രാവിലെ ശരിയാക്കി തരാമെന്ന്. എന്നാ എനിക്ക് നാളെ ഇനി വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ലൈറ്റ് ശരിയായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ശരി, അതിങ്ങനെ അക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ലൈറ്റ് പീസായി പോയി, കുറെ പീസൊക്കെ ആയിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വയറും പൂഞ്ഞു വന്ന് കയ്യില്. അതിനി എന്താവും എനിക്കറിയില്ല. പുതിയ മിക്കവാറും മേടിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ അപ്പൂപ്പനെ ഇത് ഏൽപ്പിച്ചിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ഒരു ബ്രദർ ചോറ് കഴിക്കാൻ വേണ്ടി വന്നു ഉച്ചയ്ക്ക്, അവൻ ജോലിക്ക് പോയിട്ട്. അപ്പം അപ്പൂപ്പനെ അവനെ കമ്പനി കിട്ടിയപ്പം ആ ഗ്യാപ്പിൽ ഞാൻ ഓടിപ്പോയിട്ട് തുണിയെല്ലാം അലക്കി മുകളിൽ കൊണ്ട് വിരിച്ചിട്ടിട്ട് ഞാൻ ഇനി എനിക്ക് കുളിച്ചിട്ട് പുറത്തോട്ട് പോകണം. അപ്പം എന്തായാലും ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, നീല സ്വിച്ച് കത്തില്ലേ? നീല മുകളിലത് സ്വിച്ച്. അതന്നെ. നിങ്ങളിപ്പോ എന്താണ് ആലോചിക്കുന്നത്? ഇവൾ ഇതുവരെ കുളിച്ചില്ലേ, പോണില്ലേ എന്നൊക്കെ അല്ലേ. ആക്ച്വലി ഞാനാണെങ്കിൽ കുറച്ച് ഓട്സ് ആണ് രാവിലെ കഴിച്ചത്. എനിക്ക് എന്താന്ന് അറിയണം, ഞാനാണെങ്കിൽ നേരത്തെ വീഡിയോ എടുത്ത് മീൻസ് ഓൾറെഡി എനിക്ക് മുകളിൽ വെയിലത്ത് കയറിയിട്ട് എന്തോ പോലെ വരെയായിരുന്നു. BP ലോ എങ്ങാണ്ടോ ആയതോ അങ്ങനെ എന്തോ ആണ്. അതിന് ഞാൻ കുറച്ച് പേര് വീണപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന് മറ്റിങ്ങനെ നമ്മൾ തളർന്നു പോകൂലേ, അത് കണക്ക് ഞാൻ ഇതായി. മീൻസ് എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരിതായി. അങ്ങനെ ഞാൻ ഇത്ര നേരം കിടക്കുമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് അപ്പൂപ്പ ഇത് ശരിയാക്കി കൊണ്ടുവന്നു. എനിക്ക് നാളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇത് ശരിയാക്കി കൊണ്ടുവന്ന് ശരിയായി. അപ്പം ഞാൻ ഇനി പോയി കുളിക്കട്ടെ. അപ്പം ഞാൻ കുളിച്ചൊന്ന് റെഡിയായി. മുടി നനഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തോ പോലെ ലുക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാരണം നനഞ്ഞ് മുടി വെച്ച് ഒരുങ്ങുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. ഓക്കെ, അപ്പം എനിവേസ് ഞാൻ ഇനി എമ്മോട്ടിലോട്ട് പോകണം. ഞാൻ അങ്ങനെ എമ്മോട്ടിയിൽ എത്തി കേട്ടാ. ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇപ്പം എമ്മോട്ടിയിലോട്ട് വന്നത്. എനിക്കറിഞ്ഞൂടെ.
ചായയിൽ പോയി എന്തായാലും ആദ്യം ചായ കുടിക്കുക, അതേ നടക്കത്തുള്ളൂ. ഞാനിപ്പം വരണ വഴിക്കാണെങ്കിൽ മൈൻഡ് ഔട്ടായി പോയി. ഫോൺ വണ്ടിയിൽ ചാർജിനിടണമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല, ഒന്നും നടന്നില്ല. കംപ്ലീറ്റ്ലി ടോട്ടലി ഞാൻ മൈൻഡ് ഔട്ടായി വരണം. എന്നിട്ട് ഇതാ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരുത്തൻ കൊണ്ട് കുറുകിയെ വെച്ചെന്ന് വണ്ടി. എന്നിട്ട് അവൻ ചിരിച്ചിട്ട് ക്യൂട്ട്നെസ് മെഴുകിയിട്ട് പോയി. വല്ലതും പറ്റിയിരുന്നെങ്കിൽ അവൻ എന്നിട്ട് ചിരിച്ചിട്ട് പോണ് വണ്ടി കൊണ്ട് വച്ചിട്ട്. അവൻ റോങ് സൈഡാണ് കയറി വന്നത്. എന്തായാലും ഇവിടെ ഐപ്ലാൻഡിൽ എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പം ഞാൻ അവനെ പോയി ഒന്ന് നോക്കട്ടെ. അവനുണ്ടെങ്കിൽ അവനെയും കൂടി വിളിച്ചുകൊണ്ട് ചായ കുടിക്കാൻ പോവാം. അല്ലാതെ എനിക്കിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വരണ വഴിക്ക് എൻ്റെ മൈൻഡ് ഔട്ടായിപ്പോയി. ഹലോ, ഞാനാണെങ്കിൽ ചായയിൽ പോയി. എൻ്റെ മുടി ഇതുവരെ ഉണങ്ങിയില്ല കേട്ടാ, തൊല്ലയായിട്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ചായയിൽ പോയിട്ട് ബട്ടർ ചിക്കൻ സമൂസ പിന്നെ ബിരിയാണി ചായ രണ്ടും മേടിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കണം. ഇനി ഇത് കഴിക്കണം. അപ്പം ഇനി ഞാനിത് കഴിച്ചിട്ടൊക്കെ ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാതാകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഷോപ്പിംഗ്. അത് എനിക്ക് ചെറിയ ചെറിയ സന്തോഷമൊക്കെ തരാറുണ്ട്. ഇത് കഴിച്ചിട്ട് ഇവിടെ വേഫൽസിൻ്റെ പാൻ കേക്കിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും കഴിക്കണമെന്ന് വിചാരിച്ചേ, നടന്നില്ല. അപ്പം ഈ പ്രാവശ്യം എന്തായാലും അത് ട്രൈ ചെയ്യാമെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു വേഫൽസ് കഴിക്കണം. സോ അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ഹലോ, അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിക്കണത് മാക്സിലും സ്റ്റുഡിയോയിലും കയറണം, പിന്നെ ഒന്ന് രാമചന്ദ്രനിലും കയറണം. അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് അലിഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കാണാം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മറ്റേ എവളിത് ഏതെന്നുള്ള രീതിക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹലോ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തകരാറും തോന്നണില്ലായിരിക്കും, പക്ഷെ ഞാൻ നല്ലൊരു പണി കാണിച്ചു. ഞാനാണെങ്കിൽ സ്റ്റുഡിയോയിലും മാക്സിലും രാമചന്ദ്രയിലൊക്കെ ആണ് കയറി ഇറങ്ങി കുറച്ചു നേരം കറങ്ങിയിട്ട് ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വീണ്ടും ഫുഡ് കോർട്ടിൻ്റെ അവിടുത്തെ ഇവിടെ വന്നപ്പോൾ ഞാൻ മറ്റേ വേഫിൾസും പാൻ കേക്കും വീണ്ടും എൻ്റെ കണ്ണിൽ പെട്ടു. അങ്ങനെ ഞാൻ ഒരു ബട്ടർ സ്കോച്ച് മേടിച്ചേ. അപ്പം ഞാൻ ചോക്ലേറ്റ് മേടിക്കാത്തത് എനിക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവുമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ ബട്ടർ സ്കോച്ച് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ബട്ടർ സ്കോച്ച് ആക്ച്വലി ആ വേഫിലിന്റെ ഫ്ലേവർ ആയിരുന്നു. അതിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്താണ് അവർ തന്നത്. അത് പകുതി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ മൊത്തം കിളിയും പറഞ്ഞു. എനിക്കിപ്പോഴും ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് എനിക്ക് മൈഗ്രെയിൻ ഇനി വെച്ചുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഹെൽമെറ്റും കൂടി തലയിൽ വയ്ക്കുമ്പോഴേ ഇവിടെ പ്രഷർ ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മൈഗ്രെയിൻ മാറിയിട്ട് പോവാന്നാണ്. ഞാൻ പിന്നെ വീണ്ടും ചായയിൽ വന്ന് ഒരു കോഫി മേടിച്ച് അങ്ങനെയും മൈഗ്രെയിൻ പോട്ടെന്നും പറഞ്ഞു. ഞാൻ എന്തൊക്കെ മണ്ടത്തരമാണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടില്ല. എന്നിട്ട് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വേഫിൽ കഴിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് എണീക്കാൻ വയ്യ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതിനെ അടിച്ച് ഫിറ്റായ പോലെ ഇരുന്ന് ആടാണ്. പേടിച്ചു. ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഒരു ബ്രദറുണ്ട്, അവനെ വിളിക്കാന്നൊക്കെ വെച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനാണെങ്കിൽ ഇങ്ങനെ കയറി അവിടെ ഇരുന്നു. മീൻസ് കണ്ടാ തോന്നും ഞാൻ മറ്റേ അടിച്ച് പാമ്പായിട്ടിരിക്കണം. പക്ഷെ വേഫിൽ കഴിച്ച് ഫിറ്റായതാണ്. അത് ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി അത് എനിക്ക് നല്ലതെന്നല്ലെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും ഫുള്ള് കഴിച്ചിട്ട് സ്റ്റിൽ എൻ്റെ ത്രോട്ടിൻ്റെ ഇവിടെ ആ ഒരു ഷുഗറിൻ്റെ ഒരു ഫ്ലേവർ. കോഫി കുടിക്കട്ടെ, മേ ബി ശരിയാവുമായിരിക്കും. കോഫിക്ക് മധുരം തോന്നണില്ല, മറ്റേ മധുരം എല്ലാം കൂടെ കഴിച്ച് കയ്പ്പ് ഫീൽ ചെയ്യണം. ഞാൻ ഒരു സമൂസയും കൂടെ മേടിച്ച, എന്നാലും അതാകുമ്പോൾ കുറച്ചെങ്കിലും വലിയ എരിവില്ല, എന്നാലും അതിൽ കുറച്ചൊരു വേറെ ഫ്ലേവർ ഉണ്ടല്ലോ മസാല. അത് പോയിട്ട് ഈ കോഫി അകത്തോട്ട് പോകുമ്പോൾ ശരിയാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ എന്തെങ്കിലും തീരുമാനമാക്കിയിട്ടൊക്കെ വരാം. വാട്ട് എ ഡേ. മറ്റേ മെന്റൽ ഹെൽത്ത് ഓക്കെ ആകാൻ വേണ്ടി ഷോപ്പിങ്ങിന് വന്നിട്ട് ഇപ്പം മൈഗ്രെയിനുമായി. എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ മറ്റേ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലാത്തവരൊക്കെ നോക്കാം. ഓക്കെ, സീ യു. മൈക്കൊന്നും കണക്ട് ചെയ്യാൻ വയ്യ, എനിക്ക് മടിയാണ്. സോ അതുകൊണ്ട് ഞാൻ മൈക്കൊക്കെ കവറിനകത്ത് സൂക്ഷിച്ച് വെച്ചൊക്കെയാണ്. അപ്പം ഞാൻ എന്താ
അങ്ങനെ ഇപ്പോൾ ഒരു സമയം ഏകദേശം 10 മണിയായിട്ടോ രാത്രി. ഇനി അമ്മയെ പിക്ക് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഇതാ എമോച്ചിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വണ്ടി വെച്ചെടുത്താണെങ്കിൽ നല്ല ഇരുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അമ്മയെ പിക്ക് ചെയ്യണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പം ഞാൻ എന്നാൽ അങ്ങോട്ട് പോട്ടെ. ഈ ഏരിയയിൽ വേറെ ആരും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം. വല്ല ഞരമ്പൊന്നും ഇവിടെ ഇല്ലാതിരുന്നാൽ കൊള്ളാം. കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ആരെങ്കിലും ഞരമ്പ് കാണിച്ചിടണമെന്ന് ഞാൻ എന്തെങ്കിലും തിരിച്ച് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കതുകൊണ്ട് പേടിയില്ല. സോ അയ്യോ പോലീസാ, പോലീസൊക്കെ വരണം ബാക്കിൽ. ഞാനപ്പോൾ എന്നാൽ അമ്മേനെ പിക്ക് ചെയ്തിട്ട് കാണാം. അപ്പം ഞാനാണെങ്കിൽ ATM കയറാനുണ്ടായിരുന്നു. അങ്ങനെ ATM കയറി പൈസയൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അമ്മ വരെ ഇനിയും കുറച്ച് ടൈം എടുക്കും, ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അപ്പം അത്രയും ടൈം വെയിറ്റ് ചെയ്യണം. ഞാൻ വല്ല റീൽസോ വല്ല സ്ക്രോൾ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം ഇവിടെയല്ല അമ്മ വെയിറ്റ് ചെയ്യേണ്ട, കുറച്ചുകൂടെ താഴെയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്നൊന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരി, എന്നാൽ അമ്മ വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീടൊക്കെ എത്തി കേട്ടോ. വരണ വഴിക്ക് ഞാനും അമ്മയും ഗുസ്തിയായിരുന്നു, അതാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത്. അമ്മയാണെങ്കിൽ കടയിൽ കയറിയ സ്ഥിരം പരിപാടിയാണ്, അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ കുറേ ആൾക്കാർ നമ്മളെ തന്നെ നോക്കും. ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പം അവിടെ നിൽക്കുന്നവരെല്ലാവരും കൂടി നമ്മളെ മുഖത്ത് നോക്കും. അപ്പം ഞാൻ പലപ്പോഴും അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, കടയിൽ പോകുമ്പോൾ അത് വേണം ഇത് വേണമെന്ന് ചോദിക്കില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ മേടിക്കണം, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മേടിക്കും. അല്ലെങ്കിൽ എനിക്ക് പറയും ഞാൻ ആ സാധനം എനിക്ക് വേണമെന്ന്. ഇതിങ്ങനെ ഇത് വേണോ അത് വേണോ, അപ്പത്തിൻ്റെ മാവ് എടുക്കട്ടെ, നാളെ സോഡാപ്പൊടി ഇട്ട് വയ്ക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അമ്മ ഒന്ന് മിണ്ടാതെ വാങ്ങിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ റോഡിൽ കിടന്ന് അലമ്പും ഉണ്ടാക്കിയിട്ടാണ് വന്നത്. കാരണം എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ട്രിഗർ ആയിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഞാൻ എന്താ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റേ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആവണ പ്രൊസീജിയേഴ്സ് ചെയ്യുമോ എന്നതിൻ്റെ അടുത്ത് കുറേ പേര് ഇൻസ്റ്റ ID ഒക്കെ കണ്ടുപിടിച്ച് വന്ന് മെസ്സേജ് അയക്കണ്. അപ്പം ഞാൻ വെച്ചാൽ അത് ചെയ്യാമെന്നാ പിന്നെ. അപ്പം ഞാൻ ഇപ്പം അത് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറാമെന്ന് വിചാരിക്കണം. എന്നാൽ ഞാൻ പോയി ആ വീഡിയോ ഒക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ, വണക്കങ്ങൾ. എൻ്റെ സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട്? ഇന്ന് ഉച്ചയ്ക്ക് അപ്പം ലൈറ്റ് ഷെയർ ചെയ്തെന്നുള്ളത്, ലൈറ്റ് ഷെയർ ആയി കേട്ടോ. അതിൻ്റെ ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ വീഡിയോ ചെയ്തതാണ്. ഇതാണ് എൻ്റെ ഗൂഗിൾ ആഡ്സൻസ് നിന്ന് അവരെനിക്ക് അയച്ചു തന്ന ലെറ്റർ. ഇതിനകത്ത് എൻ്റെ ഒരു പിൻ നമ്പർ ഉണ്ട്, ആ പിന്ന് വെച്ചാണ് നമ്മൾ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആരും കണ്ടില്ലെന്ന് പറയില്ല, ഞാൻ ഇനി കാണിച്ചു തന്നില്ല എന്നൊന്നും പറയില്ല. ഗൂഗിൾ ആഡ്സൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ പോയി ഗൂഗിൾ ചെയ്തുവല്ലോ നോക്കണം, എനിക്കും അറിയത്തില്ല എന്തോ. പാതിരാത്രി ആയി ഏട്ടാ, ഞാനിരുന്ന് ചിരിക്കുമ്പോൾ വഴി ആരെങ്കിലും നടന്നു പോണെങ്കിൽ വിചാരിക്കും വല്ല ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞില്ല, ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി ഞാൻ പോയി ഒന്ന് ഫ്രഷായി ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് സെറ്റായിട്ട് ഞാൻ വരാം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ഒരു റൊട്ടീൻ കാണിച്ചു തരാം. ആഹാ, ഇപ്പോഴാണ് കണ്ണിനൊരു ആശ്വാസമായത്. ഇത്ര നേരം ആ റിന്നില് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പൂവൊക്കെ വെച്ചിരുന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാണ് എടുത്തോണ്ട് വന്നത്. പിന്നെ ഞാൻ വെച്ചിനി ആൾക്കാർ പറയും ഇതിനെക്കാട്ടി നല്ലത് ചെമ്പരത്തി പൂവാണെന്ന്, അതുകൊണ്ട് പിന്നെ ഞാൻ വച്ചില്ല. ആ ലൈറ്റിന്റെ മൂട്ടിന്ന് വെട്ടത്തോട്ട് വന്നപ്പോൾ നല്ലൊരു ആശ്വാസം. ഒരു ചൂടെടുക്കണം, അതുകൊണ്ട് ഞാൻ തലവഴിയൊക്കെ വെള്ളം കോരി ഒഴിച്ചു. അപ്പൊ ഞാവൽപ്പഴം വേണോ? ഞാൻ ഇന്ന് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. ഭയങ്കര കൊതിയായിരുന്നേ, കുറേ റീൽസൊക്കെ കണ്ട്, പക്ഷെ ഇവിടെ എങ്ങും കിട്ടാനുമില്ല. ഇടയ്ക്ക് കുറേ സ്ഥലത്തൊക്കെ പോയപ്പോൾ റോഡിലൊക്കെ നോക്കി എവിടെയെങ്കിലും വിൽക്കാൻ വച്ചിട്ടുണ്ടെന്ന്, ഒരിടത്തും കണ്ടില്ല. ഇന്നിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു, അപ്പം ഞാൻ കൈയോട് തൂക്കി ഒരു ബോക്സ് വാങ്ങിച്ചു. ഇത്ര ഞാൻ തന്നെ കഴിച്ചു. എന്നാ മതിയാ?
തൽക്കാലം കൊതി തീരാനുള്ളത് കിട്ടി, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇതിങ്ങനെ ഇരിക്കും. ഇതാണ് ഞാവൽപ്പഴം. പക്ഷെ ഇത് മറ്റേ നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ അല്ല, ഇതെന്തോ ഹൈബ്രിഡ് വേർഷൻ ആണെന്ന് തോന്നുന്നു. കാരണം നല്ല വലിയ നല്ല സൈസുള്ള ഞാവൽപ്പഴം. നല്ല ഫ്ലഷും ഉണ്ട്, നിറയെ ഫ്ലഷും ഉണ്ട്. ഞാവൽപ്പഴവും കട്ടനും, ആഹാ അന്തസ്. ഞാൻ എന്താ ഫേസ് വാഷ് ഒക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഹലോ, അപ്പൊ ഞാനാണെങ്കിൽ കട്ടനൊക്കെ കുടിച്ചൊന്ന് സെറ്റായി, ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഇപ്പൊ എന്താ അകത്ത് വന്നു കടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഉറങ്ങത്തില്ല. ഒന്നുകിൽ വീഡിയോ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. മെയിൻ ആയിട്ട് ഇന്നിപ്പോ ചെയ്യാൻ പോണ വീഡിയോ എഡിറ്റിംഗ് ആണ്. കാരണം ഇപ്പൊ ഇന്ന് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുത്തു, മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സും 2 വീഡിയോ എടുത്തു. അപ്പൊ 2ഉം എഡിറ്റ് ചെയ്യേണ്ടി വരും. അതിൽ ആദ്യം ഞാൻ മോണിറ്റൈസേഷന്റെ കാര്യമായിരിക്കും എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നാളെ എങ്ങാനും ആയിരിക്കും ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എഡിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പോയി എഡിറ്റ് ഒക്കെ ചെയ്യട്ടെ. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ വീഡിയോ എടുക്കാം. അപ്പൊ സമയം എത്ര ആയെന്നും ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ ശരിക്കും ഉറങ്ങുന്ന ടൈം എന്ന് പറയണത്. അപ്പൊ എനിവേസ് അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈറ്റ് ഓഫ് ആയി, അമ്മ ഇപ്പൊ വരും കേട്ടോ. ഓക്കെ എന്നാ.